ആദർശ് മുത്തശ്ശനെ CCTV ഫുട്ടേജ് ഒക്കെ കാണിക്കുന്നുണ്ട്. അനാമിക പോയിട്ട് തറയിൽ എണ്ണ ഒഴിക്കുന്നതും അഭി വീഴുന്നതും ജലജ പിന്നാലെ വന്ന് നടുവും കുത്തി വീഴുന്നതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ ആദർശ് മുത്തശ്ശനെ കാണിച്ചു കൊടുക്കാണ്. ഈ സമയത്ത് അവർ തമ്മിൽ എന്തൊക്കെയാണ് പറഞ്ഞതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തൊന്ന് കണ്ടു നോക്കണം. അതിന്റെ ബാലൻസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശ, ഒന്നും വേണ്ട, നമുക്കിത് ഒന്നും അറിയിക്കാതിരിക്കാം. മുത്തശ്ശി പറയാണ്, അതെങ്ങനെ ആദർശേ, ഒന്നും പറയാതെ അറിയിക്കാതെയൊക്കെ ഇരുന്നാല് ഇവള് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മ ചെയ്യില്ലേ? ഇപ്പൊ രണ്ടാമത്തെ തവണയാ നവ്യക്കെതിരെ അവൾ പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം അതില് നിന്റെ അമ്മയാ വീണത്. ആ ഒരു അവസരത്തില് നവ്യ ആയിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് നമ്മൾ ഉത്തരവാദിത്തം പറയേണ്ടി വന്നേനെ. അത് നമുക്ക് തീർത്തൊരു കണ്ണീരായി തീർന്നേനെ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയാണ്. ഇതിപ്പോ രണ്ടാം തവണയാ ഈ ഒരു വീഴ്ചയില് അഭിക്ക് പകരം ഒരു സെക്കൻഡ് ഒന്ന് മാറിയിരുന്നെങ്കിൽ നവ്യ വീണേനെ. അങ്ങനെ വീണിരുന്നെങ്കിലും അവളുടെ കുഞ്ഞ് തന്നെ ഇല്ലതായി പോയനെ. നീ ആലോചിച്ച് നോക്കിയെന്ന് പറയാണ്. അതൊക്കെ ശരിയാ മുത്തശ്ശി, പക്ഷെ അനി, എന്താ ഒരു അനിയുമില്ല. അവന്റെ ജീവിതം അവൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അനാമിക എങ്ങനെയെങ്കിലും അവളുടെ ജീവിതത്തിന് പോകാൻ വേണ്ടിയിട്ടാ. അവൻ നമ്മളിപ്പോ നോക്കിയാൽ മതി എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അതെ, ഇത്രയും കാലം ഞാനും മനസ്സിലോർത്തു അവള് പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ ഒരിക്കലും ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. നമ്മുടെ കുടുംബത്തിന് ആകമാനം അതൊരു അപമാനമായിരിക്കും എന്നൊക്കെയാണ് ഞാനും കരുതിയത്. പക്ഷെ ഇമാതിരിയുള്ളൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ട് ഇതുപോലുള്ള ക്രൂരതകൾ കാണിക്കുമോ? എങ്ങനെയാ അവളെ വെച്ചോണ്ടിരിക്കാം? അനിയുടെ ജീവിതമല്ല, അനിയുടെ ജീവനാ പോകാൻ പോകുന്നേ. ഇവള് കൂടെ ഉണ്ടെങ്കിൽ അനിയുടെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദുവാ. ആ വിവാഹം നടന്നിരുന്നാൽ മതിയായിരുന്നു, ഇവിടെ ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങൾ ആരും വരണ്ട, എനിക്ക് അനാമികയെ കാണാം, നീ ലാപ്ടോപ്പ് ഇങ്ങതാ എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശ, അത് വേണ്ട, വേണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിച്ചോളാം, നീ ലാപ്ടോപ്പ് ഇങ്ങതാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ആദർശോട് ദേഷ്യപ്പെട്ട് ആ ലാപ്ടോപ്പ് വാങ്ങിക്കൊണ്ട് അനാമികയുടെ മുറിയിലേക്ക് പോവാണ്. മുറിയിലേക്ക് കയറിയ പാടെ ആ മുത്തശ്ശനോ, കയറി വാ മുത്തശ്ശ എന്ന് പറയാട്ടോ അനാമിക. ആ ഡോറ് ചെറുതായിട്ടൊന്ന് ചാരിയേക്ക് എന്ന് പറയാണ് അനാമികയോട്. ശരി മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് അവൾ പതിയെ ചാരിടുകയാണ്. മുത്തശ്ശിയും ആദർശും പുറത്തുണ്ട് കേട്ടോ. അവർക്കാണെങ്കിൽ ആകെപ്പാടെ പേടിയാണ്. അനാമികനെ മുത്തശ്ശനെ അടിക്കുവോ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ഓർത്ത് രണ്ടുപേരും പേടിച്ച് നിൽക്കുന്നുണ്ട്. ആദർശ് പറയാണ്, മുത്തശ്ശി അകത്തേക്ക് ചെല്ല്. വേണ്ട, അദ്ദേഹം കയറി വരുമെന്ന് പറഞ്ഞല്ലേ, അതിൽ കടന്ന് ഞാൻ പ്രവർത്തിച്ചാലേ മുത്തശ്ശൻ എന്നെ വഴക്ക് പറയും. അദ്ദേഹം പറഞ്ഞ് അനുസരിക്കാതെ ഞാൻ ഇരുന്നിട്ടില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനോട് കട്ടിലിരിക്കാൻ പറയാൻ കേട്ടോ അനാമിക. എന്താ മുത്തശ്ശ, എന്താ വിശേഷിച്ച് വന്നത് എന്ന് പറയുന്നുണ്ട്. വിശേഷപ്പെട്ട കാര്യങ്ങൾ വീട്ടിൽ നടക്കുമ്പോൾ വരാതിരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ ഈ വീട്ടിലെ ഗൃഹനാഥനായി പോയില്ലേ, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയല്ലേ പറ്റുള്ളൂ എന്ന് പറയാണ്. ലാപ്ടോപ്പിൽ ഞാൻ മോളെ ഒരു സാധനം കാണിക്കാന്ന് പറഞ്ഞിട്ട് അവള് എണ്ണ വെക്കുന്ന ഫുട്ടേജ് മുത്തശ്ശൻ എടുക്കാണ്. എന്നിട്ട് ഇതാരെന്ന് നമുക്ക് മനസ്സിലായെന്ന് ചോദിച്ചിട്ട് അത് കാണിക്കാണ്. ഇത് കണ്ട പാടെ നിന്നതിപ്പോ ഒരുങ്ങി പോവാൻ കേട്ടോ അനാമിക. അത് പിന്നെ മുത്തശ്ശ ഞാൻ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ ചാടി എഴുന്നേക്കാണ്. നീ എന്താടി കരുതിയത് ഞങ്ങളെല്ലാം പൊട്ടന്മാരാണെന്നോ? നീ കള്ളത്തരം ചെയ്തു, പക്ഷെ ചെയ്യുന്നതിന് മുമ്പേ കക്ക മാത്രം പഠിച്ചാൽ പോരാ, നിൽക്കാനും പഠിക്കണം. ഈ വീട്ടിൽ എല്ലായിടത്തും CCTV വെച്ചിട്ടുണ്ട് ഞാൻ, അത് നീ മറന്നുപോയല്ലേ എന്ന് ചോദിക്കാണ്. മുത്തശ്ശ, അത് പിന്നെ ഞാൻ അറിയാതെ ഒന്നുമല്ല, ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി ഒരു കുപ്പി നിറയെ എണ്ണയുമായിട്ട് നീ വന്നത്, അതിൽ പകുതിയോളം നീ അവിടെ ഒഴിച്ചു വിട്ടു. അപ്പൊ നീ അറിയാതൊന്നുമല്ല, അതും കൃത്യമായിട്ട് നവ്യയുടെ റൂമിന്റെ വാതിക്കെ തന്നെ. അപ്പൊ അതിനർത്ഥം എന്താ? നവ്യ അവിടെ കയറി വന്ന് നവ്യയുടെ തെന്നി വീണ് അവളുടെ കുഞ്ഞു പോണം അല്ലേടി? അതിലെതിന്റെ ഉദ്ദേശം ചോദിക്കാണ്. അവളിങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. പരടി എന്ന് പറയാണ്. അത് പിന്നെ മുത്തശ്ശാന്ന് ചോദിക്കുമ്പോഴേക്കും മിണ്ടി പോകരുത്, നീ എന്താടി ഓർത്തത്? ഞങ്ങളെല്ലാരും പൊട്ടന്മാരായിട്ട് ഇരിക്കുകയാണെന്നോ? നവ്യ ഈ സംശയം പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി അത് നീ ആയിരിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ആദർശിനെ കൊണ്ട് CCTV ഫുട്ടേജ് എടുപ്പിച്ചെന്ന് മുത്തശ്ശൻ പറയാണ്. അനാമിക ഒന്നും മിണ്ടാൻ പറ്റാതെ കുണി നിൽക്കാം കേട്ടോ. കാരണം അവക്കിപ്പോ ഒന്നും പറയാനുള്ള വോയിസ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ. മുത്തശ്ശൻ പറയാണ്, ഈ കുടുംബം ഇതുപോലെ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇന്നേ വരെ ഇതുപോലെ സംഭവം ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. രണ്ട് മരുമക്കൾ കയറി വന്നപ്പോ പല പൊട്ടലും ചുറ്റുകളും എല്ലാം ഉണ്ടായി. അതെല്ലാം അവരുടെ അമ്മായിമാർക്ക് അവളുടെ സ്വത്ത് പോരാന്ന് പറഞ്ഞുള്ള പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ നീ വന്ന് കയറിയപ്പോഴാ ശരിക്കുള്ള പ്രശ്നങ്ങൾക്ക് ആരംഭമായത്. സത്യം പറടി, നീയല്ലേ ദേവേന്റെ പാലിൽ വിഷം കളത്തിയെന്ന് ചോദിക്കാണ്. അയ്യോ മുത്തശ്ശ, അത് ഞാനല്ലെന്ന് പറയുമ്പോഴേക്കും മിണ്ടി പോകരുതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവളുടെ നേരെ എന്നെ കൈ പൊക്കാണ് കേട്ടോ. എന്റെ കൊച്ചു മരുമകളായിപ്പോയി, എന്റെ കൊച്ചുമക്കളെ പോലും തല്ലണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. പക്ഷെ വന്ന് കയറിയ മരുമക്കളെ തല്ലുന്നുള്ള ചീത്തപ്പേര് എനിക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് മാത്രം ഞാൻ വെറുതെ വിടുക, അല്ലെങ്കിലേ നിന്നെ അടിച്ച് നിലത്തിട്ടേനെന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പോഴേക്കും അനാമിക ഒന്നും മിണ്ടാൻ നിൽക്കാണ്. ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പാ അന്ന് വിഷത്തില് പാലിൽ വിഷം കളിക്കുക നീ തന്നെയാ. അത് കുടിക്കാനും പോവേണ്ടിയിരുന്നത് നവ്യ. അന്ന് എന്റെ ഭാഗ്യം കൊണ്ട് അവർ അമ്മയുടെ അച്ഛനും പ്രാർത്ഥന കൊണ്ടാ അന്ന് നവ്യ ചെയ്യാതിരുന്നത്. ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ കുഞ്ഞ് നഷ്ടമായനെ. കുഞ്ഞു മാത്രമല്ല
നവിയും ജീവനോടെ ഇപ്പോൾ ഉണ്ടായിരിക്കില്ല, എനിക്കിത് ഉറപ്പാ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അത് അറിയാതെ ഒരു കാരണമില്ലെന്ന് അന്ന് ദേവേനെന്ന് കുടിച്ചത്. അവൾ ഒരിക്കലും അത് ചെയ്യേണ്ടിയിരുന്നല്ല. അന്ന് ജയൻ പറഞ്ഞിട്ടാ അവൾക്ക് ക്ഷീണമുള്ളതുകൊണ്ട് അത് കുടിക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് ദേവേനി ആ പാല് കുടിച്ചത്. അതുകൊണ്ടാ നവിയും അവളുടെ കുഞ്ഞും രക്ഷപ്പെട്ടത്. അത് പൊക്കാതെ വന്നപ്പോ നീ അടുത്ത അടവ് പ്രയോഗിച്ചാലേ നവിയെ കൊല്ലാൻ വേണ്ടി പറയടി എന്ന് പറയുന്നുണ്ട്. ഒന്നും മിണ്ടാതെ കുടുങ്ങിക്കാണ്ടത് അനാമിക. മുത്തശ്ശൻ പറയാണ്, നയനമോളെ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും നീ അത് കണ്ടിരുന്ന് രസിക്കായിരുന്നു. ദേവ്യാനിനെ ഹോസ്പിറ്റലിലൊക്കെ പോയി ആശ്വസിപ്പിക്കുമ്പോഴും അവളുടെ മനസ്സ് തീ കോരിടുമ്പോഴും നീ അപ്പോഴും ചിരിച്ചോണ്ടിരിക്കായിരുന്നല്ലേ ഉള്ളില് എന്ന് ചോദിക്കാണ്. അയ്യോ, വല്യമ്മയ്ക്ക് അങ്ങനെ ആകണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അപ്പോഴേക്കും പെട്ടെന്നാണ് അനാമിക ഓർക്കുന്നത് അവളുടെ വായി നിറയാതെ വീണുപോയല്ലോ. മുത്തശ്ശൻ അവളെ രൂക്ഷമായിട്ട് നോക്കാണ്. പറയടി പറ, ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ ഇത്ര നേരം കിടന്ന് കയറ് പൊട്ടിച്ചല്ലോ, നീ അല്ലെന്നും പറഞ്ഞ് ഇപ്പൊ നിനക്ക് സത്യം നിന്റെ വായിന്ന് വന്നല്ലേ എന്ന് ചോദിക്കാണ്. അനാമിക ഒന്നും മിണ്ടാതെ നിൽക്കണം കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതുപോലൊരു രാക്ഷസിയാണല്ലോ എന്റെ കൊച്ചുമോൻ കിട്ടിയത്. എന്തായാലും അവന്റെ ഭാര്യയായിട്ട് ജീവിക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോളെന്ന് പറയാണ്. മുത്തശ്ശ അങ്ങനെ പറയില്ല മുത്തശ്ശ, ഞാനിനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ഞാൻ മര്യാദക്ക് ജീവിച്ചോളാം. മുത്തശ്ശൻ എന്ത് പറയുന്നോ അത് അനുസരിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ടെന്ന് പറയാം കേട്ടോ മുത്തശ്ശൻ. അപ്പോഴേക്കും അനാമിക പെട്ടെന്ന് മുത്തശ്ശന്റെ കാലിലേക്ക് വരികയാണ്. മുത്തശ്ശ അങ്ങനൊന്നും പറയല്ലേ, ദയവ് ചെയ്ത് എന്നോട് ഒരു തവണ ക്ഷമിക്കണം. എന്റെ അറിവില്ലായ്മ കൊണ്ട് എന്റെ പ്രായത്തിന്റെ അടുത്തിടകൊണ്ട് ചെയ്തു പോയതാ. അന്ന് തന്നെ പായസത്തില് നവിയ മരുന്ന് കലക്കിയത്, അതുകൊണ്ട് ഞാനും അമ്മയും അച്ഛനൊക്കെ ബാത്റൂമിലായിരുന്നു. അന്ന് അവൾ എന്നെ ഒരുപാട് കളിയാക്കി. അതിന്റെ ദേഷ്യം കൊണ്ട് രാത്രി ഞാൻ പാലിൽ അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ ഇത്തവണ ഞാൻ ഫുഡ് കഴിക്കാൻ പോയിരുന്നപ്പോൾ അവൾ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിപ്പിച്ച് എന്നെ എണീപ്പിച്ച് വിട്ടു. അതിന്റെ ദേഷ്യം കൊണ്ടാ ഇത്തവണ ഞാൻ പാലത് ഇന്ന് എണ്ണ ഒഴിച്ചുവിട്ടെന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ ഓരോരുത്തർ വഴക്ക് പറയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അതിന് പ്രതികാരം ചെയ്യാൻ നീ നിൽക്കുകയാണല്ലേ, കൊള്ളാലോ നീ ആളെന്ന് ചോദിക്കാണ്. മുത്തശ്ശ അതല്ലെന്ന് പറയുന്നുണ്ട്. വേണ്ട, ഒന്നും പറയണ്ട, ഇനി ഞാൻ പറഞ്ഞനുസരിച്ച് ജീവിക്കാമെങ്കിൽ നീ ഇവിടെ നിന്നാ മതി. നിന്റെ ഈ തെളിവുകളുണ്ടല്ലോ അതെന്റെ കയ്യിൽ ഭദ്രമായിരിക്കും. ഈ ഒരു തെളിവ് മതി. നീ ഏത് കോടതി പോയാലും, നീ എവിടൊക്കെ പോയാലും, ഏത് വുമൻസ് ചാരിറ്റി ക്ലബിൽ പോയാലും, എവിടൊക്കെ പോയാലും, എന്റെ പേരിൽ നീ കംപ്ലൈന്റ് ചെയ്താലും മറ്റെന്ത് കംപ്ലൈന്റ് ചെയ്താലും നിനക്ക് ഒന്നും വില പോവില്ല. കാരണം ഈ ഒരു തെളിവ് എന്റെ കയ്യിൽ ഭദ്രമായിരിക്കും. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞ അനുസരിച്ച് വേണം നീ ഇവിടെ ജീവിക്കാൻ, അതല്ലെങ്കിൽ നീ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോ എന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ, ഞാൻ ഇനി ഒരു ഇതും ചെയ്യില്ല. മുത്തശ്ശൻ എന്ത് പറയുന്നു ഞാൻ അനുസരിച്ച് ജീവിച്ചോളാം. സത്യമായിട്ടും ഞാൻ ഒന്നും ചെയ്യില്ല. മുത്തശ്ശനെ ഇറക്കി വിടല്ലേ എന്ന് പറയുന്നുണ്ട്. നിന്നെ ഇറക്കി വിടാനല്ല പോകുന്നത്, നിന്നെ പോലീസിൽ പിടിപ്പിക്കാനാ പോണേ. ഒരു അമ്മയെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതിന് നിന്നെ പോലീസിൽ പിടിപ്പിക്കാ വേണ്ടേ? അയ്യോ മുത്തശ്ശ, അത് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് അവള് പൊട്ടിക്കരയുന്നുണ്ട്. ശരി ശരി, ഇനി നിനക്കുള്ള അവസാന വാണിങ്ങ. ഇനി ഞാനും ആദർശമൊക്കെ എന്ത് പറയുന്നു അതനുസരിച്ച് ഒതുങ്ങി കഴിഞ്ഞോണം ഇവിടെ. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. ആ നിമിഷം ഈ ഒരു ഫുട്ടേജ് പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യും, നിന്റെ അമ്മയും നിന്റെ അച്ഛനെ എല്ലാവരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ആ ഒരു സ്റ്റോറി എൻഡ് ആവുന്നത് കേട്ടോ. ഇതുപോലുള്ള സ്റ്റോറീസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.